നമ്മളുടെ ദൈവം പറയുന്നത്, നിനക്ക് നിന്റെ പാസ്റ്റ് അറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് നിന്റെ ഭാവി അറിയാം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കഴിഞ്ഞകാലം അറിയുന്നതിനേക്കാൾ നന്നായിട്ട് ദൈവത്തിന് നമ്മുടെ ഭാവി അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ആമേൻ. എന്നിൽ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഇന്ന് കാണുന്നതിന് നീ ഭയപ്പെടേണ്ട, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കാണുന്ന പോലെ നമ്മൾ കണ്ടാലോ നമ്മൾ ഭയപ്പെടുവോ? നമ്മൾ ഭയപ്പെടുവോ? അതുകൊണ്ടാണ് ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ എന്നെ അനുകരിപ്പാൻ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഇനി താഴെ ഉള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. എന്നെ കുറിച്ച്, എന്റെ പർപ്പസിനെ കുറിച്ച് നീ മനസ്സിലാക്ക. അപ്പോൾ നിനക്ക് ഭയം ഉണ്ടാകത്തില്ലെന്നേ. ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ ഏത് ഭയം എന്നറിയോ? മരണഭയം. ഈ മരണഭയം ഇല്ലാത്ത ഒരാളെ പിന്നെ ഭയപ്പെടുത്താൻ പറ്റുമോ? ഏമേ. മരിക്കണത് എനിക്ക് പ്രൊമോഷനാന്ന് പറഞ്ഞു നടക്കുന്ന ആളെ വല്ലതും ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരു ഭയവും ആ വ്യക്തിയെ എഫക്ട് ചെയ്യില്ല. ഒരു യഥാർത്ഥ ദൈവഭക്തനെ സംബന്ധിച്ച മരണം എന്ന് പറയുന്നത് ഒരു ട്രാജഡി അല്ല, അതൊരു പ്രൊമോഷനാണ്. ആമേൻ. ഹല്ലേലൂയ. മരിക്കുന്നതിൽ ആ വ്യക്തിക്ക് ഒരു ഭയവുമില്ല, ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശു മരിച്ചതുപോലെ ഇറ്റ്സ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു മരിക്കണം. ആമേൻ. കർത്താവേ, പിതാവേ, അങ്ങ് എന്റെ ഉള്ളില് ഈ ഭൂമിയിൽ ഇറക്കാൻ തന്നത് മുഴുവൻ ഞാൻ ഇറക്കി കഴിഞ്ഞു, ഇതാ ഞാൻ വരിക, റെഡിയാ. മനസ്സിലായോ? പൗലോസ് പറഞ്ഞതുപോലെ, ഐ ഫിനിഷ്ഡ് മൈ റേസ്. ആമേൻ. ഞാൻ എന്റെ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞ്, എന്റെ വർക്ക്, ഞാൻ ജോലി പൂർത്തിയാക്കി എന്ന് പറയുവാനായിട്ടുള്ള ചങ്കൂറ്റവും ധൈര്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പകരം അയ്യോ മരണം വന്നേ, മരണം വന്നേ, മരണം വന്നേ എന്നുള്ള പേടിയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, യു ആർ ഗോയിങ് ടു ലൂസ് സംതിങ്. ആമേൻ. നമുക്ക് എന്തോ നഷ്ടപ്പെടാനായിട്ട് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. കാരണം നമ്മൾ എവിടെയൊക്കെയോ തെറ്റുകളിൽ പെട്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആ ആത്മാവിന്റെ ഫലത്തിന്റെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോ നിങ്ങൾക്കത് മനസ്സിലാകും. ഹല്ലേലൂയ. ഇന്ന് ആത്മാവിന്റെ ഫലം നമുക്ക് വേണം. ഇന്ന് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പുസ്തകം നിങ്ങളൊരു ബുക്ക് ഷോപ്പിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾ ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരും പോകും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിവിടം വരെയും വരും. എന്നിട്ട് അവിടെയുള്ള മാനേജറോട് ചോദിക്കുന്ന ഒരു പുസ്തകം ഇവിടെ ഉണ്ടോ എന്ന്. പുള്ളിയും പറയും ഉണ്ടെന്ന്. എന്നിട്ട് പുള്ളി അന്വേഷിക്കും, അവിടെ എങ്ങും ഇങ്ങനെ ഒരു പുസ്തകം കാണത്തില്ല. മനസ്സിലായോ? ആമേൻ. ഹല്ലേലൂയ. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റും മറ്റുള്ള ക്രമീകരണങ്ങളും ധാരാളം പുസ്തകങ്ങളൊക്കെ അവിടെ കാണും. പക്ഷെ ഈ ഒരു പുസ്തകം നിങ്ങൾ അവിടെ കാണത്തില്ല. ഏതെങ്കിലും ഒന്നിന്റെ പുറത്ത് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങിയിട്ട് ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റിലേക്ക് പോകും. മനസ്സിലായോ? ആമേൻ. ഗിഫ്റ്റ് നല്ലതാണ്. പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും മലകളെ മാറ്റുവാൻ തക്കമുള്ള വിശ്വാസം ഉണ്ടായാലും, എന്തെല്ലാം പ്രവചനം നടത്തിയാലും, സ്നേഹമില്ല എങ്കിൽ യു ആർ നത്തിങ്. വട്ടപൂജ്യം. മനസ്സിലായോ? എത്ര വലിയ മിനിസ്ട്രി നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹമില്ല എങ്കിൽ വട്ടപൂജ്യം. ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ക്യാരക്ടർ ഓഫ് ജീസസ്, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് വചനത്താൽ, വചനമയച്ച് പ്രസ്താവിക്കുന്നു. തുടർന്ന് മനുഷ്യരെങ്ങനെ പ്രവർത്തിക്കുന്നു ശ്രദ്ധിക്കുക. ദൈവം അന്ത്യം കുറിച്ചതിന് ശേഷം, അതാണ് ഗോഡ്സ് കൗൺസിൽ, ദൈവത്തിന്റെ ആലോചന. എന്റെ ആലോചന നിവൃത്തിയാകും. ദൈവം ആദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വന്നിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും റേസ് തരികയാണ്. തന്റെ ആലോചന നിവർത്തിക്കാനുള്ള ചെറിയ ഭാഗങ്ങൾ നമുക്ക് തരികയാണ്. ആ ഭാഗങ്ങൾ തന്നിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുമ്പോ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് വിഷൻ കൊണ്ടാണ്, ദർശനം കൊണ്ടാണ്. ഇതുകൊണ്ടാ ദൈവവചനം പറയുന്നത്, ദർശനമില്ലാത്തോടത്ത് ജനം നശിക്കുന്നു. ആമേൻ. ദർശനമില്ലാത്തോടത്ത് ജനം നശിക്കുന്നു. ശ്രദ്ധിക്കുക. ഇവിടെ ഈ മോളിൽ കാണുന്ന സോളിഡ് ലൈൻ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്റെ ആലോചന പ്രസ്താവിക്കുന്നു. തുടർന്ന് ദൈവം നേരെ നമുക്ക് പുറകിലേക്ക് വരികയാണ്. താൻ പോയി കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. തിരിച്ചു വന്നതിന് ശേഷം റൈച്ചു ബ്രദറിന്റെ കയ്യിൽ, ഷാച്ചി ബ്രദറിന്റെ കയ്യിൽ, മിനി സഹോദരിയുടെ കയ്യിൽ എല്ലാം അവരവരുടെ പ്രവർത്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏൽപ്പിക്കുക. പിന്നെ അവരോട്ടം തുടങ്ങുകയാ. ആമേൻ. അവർ ഓട്ടം തുടങ്ങുമ്പോൾ അവരെങ്ങോട്ട് ഓടും?
വിഷൻ ഇല്ല എങ്കിൽ വിഷൻ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന്, ഉദ്ദേശത്തിൽ നിന്നാണ് വിഷൻ വരുന്നത്. ആ ദൈവത്തിന്റെ പർപ്പസ് ആണ് വിഷൻ. ആ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കും? ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ട്? വിഷൻ. ഓ, എന്റെ ദൈവത്തിന്റെ ആഗ്രഹം ഇന്നതാണ്, ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ആ വിഷൻ അനുസരിച്ച് പോവുകയാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു വണ്ടിക്ക്, ഒരു ബസ്സിന് ഇവിടെ നിന്ന് നേരെ മസ്കറ്റിലേക്കാ പോകുന്നതെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആ ബസ് എങ്ങോട്ട് പോകും? മനസ്സിലായോ? ആ ബസ് എങ്ങോട്ട് പോകും? എങ്ങോട്ടും പോകും, അല്ലേ? എങ്ങോട്ടും പോകും. അതുപോലെ ഇതിപ്പോ നമ്മൾ പലരും എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എങ്ങോട്ടെങ്കിലും അല്ല പോകേണ്ടത്, ദൈവം നമുക്ക് നിശ്ചയിച്ചാക്കിയ ആ സ്ഥലത്തേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് എന്നെ പറ്റി? ഇന്ന് സഭയോട് ചോദിച്ചാൽ സഭയ്ക്ക് വിഷൻ അറിഞ്ഞുകൂടാ, ജനത്തോട് ചോദിച്ചാൽ ജനത്തിന് വിഷൻ അറിഞ്ഞുകൂടാ. വിഷൻ ഇല്ലെന്നല്ല, എന്തെങ്കിലുമൊക്കെ വിഷനുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ വിഷൻ ദൈവം പറയാണ്, എന്റെ ആലോചനയെ നിവർത്തിയാകൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എന്തോ സംഭവിച്ചേ? ഇവിടെ സംഭവിച്ചത് വേറൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഒരു കമ്പി വാചകത്തിൽ കേട്ടു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോ മാനത്തോടെയല്ല സൃഷ്ടിച്ചേ, തേജസ്സോടെയല്ല സൃഷ്ടിച്ചേ. ആ തേജസ്സോടെ സൃഷ്ടിച്ച ആദം കാണിച്ചതാ വിവേകമാണോ അവിവേകമാണോ? വിവേകമുള്ള കാര്യമാണോ കാണിച്ച, അവിവേകമാണോ കാണിച്ചത്? അവിവേകമാണ്. അതിന്റെ അർത്ഥം ആദം എന്താ ചെയ്തേ? മാനത്തോടിരുന്ന മനുഷ്യൻ വിവേകശൂന്യനായി തീർന്നു. മനസ്സിലായോ? ആമേൻ. അതോടുകൂടി ആദത്തിന് എന്നെ പോയി? തന്റെ തേജസ്സും പോയി, തന്റെ അവകാശങ്ങളും പോയി, തന്നെ തോട്ടത്തിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കി. താൻ ആത്മീയമായി മരിച്ചു. താൻ ആർക്ക് തുല്യമായി? താൻ താഴേക്ക് പോയി, ഒരു മൃഗതുല്യമായി താഴേക്ക് പോയി. മനസ്സിലാവുന്നുണ്ടോ? ഒരു മൃഗതുല്യമായി താഴേക്ക് പോയി. ഇനി മൃഗം ജീവിക്കണത് എങ്ങനെയാണെന്നറിയാമോ? മൃഗത്തിന് പ്രത്യേക വിഷം കൊണ്ട് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മൃഗം ജീവിക്കണത് വചനം കൊണ്ടുമല്ല, മൃഗം ജീവിക്കണത് വിഷം കൊണ്ടുമല്ല, മൃഗം ജീവിക്കണത് കാഴ്ചയല്ല. പശു ഇപ്പുറത്ത് നോക്കിയപ്പോ കുറച്ച് നല്ല പച്ചപ്പുല്ല് അവിടെ കണ്ടു. പശു അങ്ങോട്ട് പോകും, പച്ചപ്പുല്ലോടത്തേക്ക് പോകും. ഇല്ലേ? പണ്ട് എബ്രഹാം ലോത്തും കൂടി പോയപ്പോ ലോത്ത് അങ്ങോട്ട് പോയി, പച്ചപ്പുല്ലോടത്തേക്ക് പോയി. ഇല്ലേ? ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ നമുക്ക് 3000 രൂപയുടെ സാലറി ഉള്ള ജോലിയാ. അപ്പുറത്തൊരാൾ 4000 കാണിച്ചാൽ നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ 3000 ഉള്ളൂ, പക്ഷെ നല്ല വചനവും കൂടി കിട്ടും. പക്ഷെ അവിടെ 4000 ഉണ്ട്, പക്ഷെ വെള്ളിയാഴ്ച ഡ്യൂട്ടിക്ക് പോകണം. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ അങ്ങോട്ടേക്ക് പോകും. എനിക്ക് പല ഫാമിലികളെ അറിയാം, ഇതേപോലെ എന്തെങ്കിലും അതെ പ്രയോജനപ്പെടുന്ന ഫാമിലികളെ, പ്രയോജനപ്പെടുന്ന വ്യക്തികളെ ആയിരിക്കും ഇങ്ങനെ തൂക്കിയെടുത്തെറിയുന്നത്. അവർ എപ്പോ കാഴ്ചയാൽ പോകുന്നുവോ അപ്പോൾ അവർ തങ്ങളുടേതായ ദർശനത്തിൽ നിന്ന് അവർ ഔട്ടാകും. ഒന്നാമത് അവർക്ക് ദർശനം എന്നു അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന ദർശനത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പിശാച് നമ്മുടെ ചുറ്റും അലറി നടക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ആമേൻ. അപ്പോ നമുക്കൊരു ദർശനം ദൈവം വെച്ചിട്ടുണ്ട് എങ്കിൽ, ആ ദർശനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിന്റെ ആ പച്ചപ്പ് കണ്ട് നമ്മൾ വീഴില്ല. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പക്ഷെ നമ്മൾ കാഴ്ചയാൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലോ, കാഴ്ചയാൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പച്ചപ്പ് കണ്ട് വീഴും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കും, ദൈവം നിശ്ചയിക്കപ്പെട്ട പ്രത്യേക ചില വ്യക്തികൾ ഉണ്ടാകും. അവരുടെ പുറകെ ആയിരിക്കും എപ്പോഴും പിശാചിന്റെ ദൃഷ്ടി.
ആമേൻ. ഹല്ലേലൂയ. എനിക്കറിയാം, എന്റെ കൂടെ നിൽക്കുവാനായിട്ട് എന്നെ പലരും നിർത്തിയിട്ടുണ്ട്. പിശാചിന്റെ ദൃഷ്ടി എപ്പോഴും അവരുടെ കൂടെയാ, എപ്പോഴും അവരുടെ കൂടെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവരെ വിടുവിക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം പറയാം. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ഫേമസ് ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴത്തെ റിസഷൻ കാരണം ആളുകളെ പിരിച്ചുവിടുകയാണ്. ആളുകളെ പിരിച്ചുവിടാനായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോ അവിടെ മിനിസ്ട്രിക്ക് പ്രയോജനപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ പേരുണ്ട് അതിൽ. ഈ കാര്യം വന്നപ്പോ കർത്താവിന്റെ ആത്മാവ് എന്നെ ഇത് വെളിപ്പെടുത്തി. സംഭവം ആ സഹോദരിയുടെ പേരുണ്ടെന്ന്. ഉടനെ തന്നെ ഞാൻ ദൈവത്തിന് മുട്ടുമടക്കി, കർത്താവെ, ദുഷ്ടന്റെ ഈ പദ്ധതിയെ അങ്ങ് അവോയ്ഡ് ചെയ്യണം. ലിസ്റ്റ് വന്നപ്പോ ഈ സഹോദരിയുടെ പേരുണ്ടെന്ന് ചിന്തിച്ചേ. ഇവിടെ വന്നപ്പോ നോക്കി, സഹോദരിക്ക് മനസ്സിലായി എന്റെ പേരുണ്ടായിരുന്നു അതില്, പക്ഷേ അത് എങ്ങനെയോ വെട്ടപ്പെട്ടു. ആമേൻ. ആ സഹോദരി അവിടെ വിടാതെ കർത്താവ് പിടിച്ചു നിർത്തി. ആമേൻ. കാരണം ഒരു പ്രത്യേക ജോലി എന്ന സഹോദരിയ മിനിസ്ട്രിക്ക് വേണ്ടി. രണ്ടാമത് അടുത്തത് പ്രശ്നം വരികയാണ്. ഒരു 3 ദിവസം മുമ്പ് ആ സഹോദരിയുടെ അടുത്ത കോൾ വരികയാ. കാരണം പിശാച് ഇവരുടെ പുറകെയാ. അവരുടെ കോൾ വരികയാ. വൈകിട്ടൊരു സമയം വളരെ വെപ്രാളപ്പെട്ട വിളിക്കണേ, എന്റെ ദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥന. എന്തുപറ്റി? ഞാൻ ഒരാൾക്ക് ബ്ലഡ് മാറ്റുമായിരുന്നു ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ നിയമപ്രകാരം ബ്ലഡ് മാറ്റുമ്പോൾ ആളെപ്പോഴും, നേഴ്സ് എപ്പോഴും കൂടെ വേണം. കാരണം ബ്ലഡ് മാറ്റുമ്പോൾ ആളെ മോണിറ്റർ ചെയ്തോളണം. ചിലപ്പോൾ ആള് കാഞ്ഞു പോകും ചില സമയങ്ങളിൽ. അതേ രീതിയിലാണ്. അപ്പൊ ആളെപ്പോഴും കൂടെ നിൽക്കണം. പക്ഷെ ഈ സഹോദരി എന്തോ ദുഷ്ടൻ എന്തോ ആരെ കൊണ്ടോ വിളിപ്പിക്കുകയോ എന്തോ ചെയ്തു. ഈ സഹോദരി അത് കൊടുത്തിട്ട് അവിടെ ബ്ലഡിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് സഹോദരി പുറത്തേക്ക് പോയി. സഹോദരി പിന്നെ കുറച്ച് കഴിഞ്ഞ് അകത്ത് കയറി വരുന്നേ. ഈ അകത്ത് കയറി വരുമ്പോൾ നടക്കുന്ന സംഭവം എന്നാണെന്നറിയാമോ? സാധാരണ വാർഡാണ്. അകത്ത് കയറി നടക്കുമ്പോൾ തന്നെ ഈ ആൾ കൊളാപ്സ്, ഫിനിഷ്. ഉടനെ തന്നെ സഹോദരി അങ്ങ് വെപ്രാളമായി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. തന്റെ ചീട്ട് കീറുന്നു മാത്രമല്ല, ഹോസ്പിറ്റലിലെ പേരും പോകും. പ്രിയരെ, ദൈവം കൃപയാ തോന്നിച്ചു. ഉടനെ തന്നെ സഹോദരി ടെലിഫോൺ എടുത്തു, റിങ് ചെയ്തു. ഞാനും അത് ടെലിഫോൺ എടുത്തു. ഞാൻ സാധാരണ സംസാരിച്ചു, സഹോദരി വെപ്രാളം സംസാരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ചോദിച്ച് മനസ്സിലാക്കി. ഡീറ്റെയിലൊക്കെ പിന്നെ പറയാ. ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കുക. എന്റെ തലയില ഇത് മുഴുവൻ വരാൻ പോണേ. ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആ സഹോദരി അവിടെ ഹോസ്പിറ്റലിൽ ആ ശരീരത്തിന് മുമ്പിലും ഞാൻ ഇപ്പുറത്തുമായിട്ട് വീട്ടിലുമായിട്ട് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമ്മൾ വി ആർ ലൈഫ് ഗീവിംഗ് സ്പിരിറ്റ് എന്നാ പറയുന്നത്. ലൈഫ് ഗീവിംഗ് സ്പിരിറ്റ്, ജീവൻ കൊടുക്കുന്ന ആത്മാവ്. നമ്മൾ കർത്താവ് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചു. എന്റെ ഉള്ളിൽ എന്റെ കർത്താവ് തന്ന ജീവൻ ആ വ്യക്തിയുടെ മേൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ സഹോദരി വിളിച്ചു. He came back to life. ജീവനിലേക്ക് ആ സഹോദരൻ തിരിച്ചു വന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ഓരോരോ പ്രശ്നങ്ങളുമായി നമുക്കൊരു വിളിയുണ്ടോ, ആ വിളിയുടെ യഥാർത്ഥ സ്ഥലത്താണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ പിശാച് പേടിക്കും. ആമേൻ. അവന്റെ ചിന്ത നമ്മളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിടിച്ച് വലിച്ച് മാറ്റണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കാഴ്ചപ്രകാരം നമ്മൾ പോവുകയാണെങ്കിൽ, മൃഗതുല്യമായി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഓടിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദർശനപ്രകാരം പോവുകയാണെങ്കിൽ എനിക്കൊരു പ്രത്യേക ദർശനമുണ്ട്. ആ